നിസാമാഷേ, പിന്നെ മാക്ബത്തിന്റെ ബുക്ക് കയ്യിലിരിപ്പുണ്ടോ? മാക്ബത്തിന്റെ ടെക്സ്റ്റ് എൻ്റെ കയ്യിൽ, ഞാൻ ഫാരിസ് സാറോടൊന്ന് ചോദിച്ചു, സാറെ കയ്യിൽ ചിലപ്പോൾ ഉണ്ടാവും, ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഇന്ന് 23 ഇന്നല്ലേ ഷേക്സ്പിയറുടെ ബർത്ത്ഡേ വരുന്നത്? അതെ, April 23. ഓർമ്മയുണ്ടല്ലോ അല്ലേ? നമ്മൾ പിള്ളേരെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. April 23 മരിച്ചതോ ഓർമ്മയുണ്ടാവും? 23 തന്നെയാണെന്നാണ്. 1616 April 23 തന്നെയാണ് അദ്ദേഹം മരിച്ചത്. സോ അതുകൊണ്ടാണ് April 23 നമ്മൾ എന്തായിട്ട് ആഘോഷിക്കുന്നത്? ബുക്ക് ഡേ ആവുന്നത്. നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നതല്ലേ. ഈ മൊബൈലും കുത്തിക്കൊണ്ടിരുന്നാൽ മതിയോ? ഒരു ബുക്ക് എടുത്ത് വായിച്ചാൽ? പഠിക്കുന്ന സമയത്ത് തന്നെ പുസ്തകം വായിച്ചിട്ടില്ലെങ്കിൽ പഠിപ്പിക്കുന്ന സമയത്ത് എങ്ങനെ പുസ്തകം വായിക്കുന്നത്? ഷേക്സ്പിയറിനെ പറ്റി പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ബാഡ് ഓഫ് ഹെവൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പേരിൽ 39 പ്ലേസ് ആണ് എഴുതിയിരിക്കുന്നത്. ലാസ്റ്റ് പ്ലേ ഏതായിരുന്നു ഓർമ്മയുണ്ടോ മാഷിന്? അതെ, ദ ടെമ്പസ്റ്റ് ആണ് അദ്ദേഹത്തിന്റെ ലാസ്റ്റ് പ്ലേ. അതുപോലെ തന്നെ 154 സോണറ്റ്സ് ഉണ്ട്. അങ്ങനെ ഷേക്സ്പിയറിനെ പറ്റി പറയാനാണെങ്കിൽ ഇന്നൊന്നും തീരത്തില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ ബുക്ക് ഡേയുടെ ഒന്നെങ്കിലും ഓർക്കുന്നുള്ളൂ. മിസ്സേ, ബുക്ക് ഡേ അല്ലേ? നമുക്ക് ബുക്ക് ഡേയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടുന്നു. ബിബ്ലിയോ ഫൈൽ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, അതായത് ലവർ ഓഫ് ബുക്സ്. എന്നാൽ ഈ ബിബ്ലിയോ വെച്ചിട്ട് തന്നെ ഒരുപാട് വേറെയും വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ബിബ്ലിയോ പോൾ എന്ന് പറയുന്ന ഒരാളുണ്ട്. ഈ ബിബ്ലിയോ പോൾ എന്താ വെച്ചാൽ ഈ റെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ആന്റീക്ക് ആയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ടാവുന്നത് അത് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ആളെ നമ്മൾ ബിബ്ലിയോ പോൾ എന്ന് വിളിക്കുന്നത്. ദെൻ ബിബ്ലിയോ ഫേജ് എന്ന് പറഞ്ഞ വേറെ ആളുണ്ട്. അതായത് നമ്മൾ വൊറേഷ്യസ് റീഡ് ഒരുപാട് വായിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, അവരെ നമുക്ക് ബിബ്ലിയോ ഫേജ് എന്ന് വിളിക്കാം. ദെൻ ബിബ്ലിയോ ലേറ്റർ എന്ന് പറയുന്ന വേറൊരു വാക്കുകൂടെ ഉണ്ട്. അയാൾ എന്താ ചെയ്യുക, ഈ പുസ്തകങ്ങൾക്ക് ഭയങ്കര റെസ്പെക്ട് കൊടുക്കുന്നത്, എസ്പെഷ്യലി ഈ ബൈബിൾ പോലെയുള്ള ഹോളി ടെക്സ്റ്റുകൾക്ക് ഭയങ്കര റെഫറൻസ് കൊടുക്കുന്ന ആളുകളെ നമ്മൾ ബിബ്ലിയോ ലേറ്റർ എന്ന് പറയുന്നു. അതെ, അപ്പൊ ഈ മൊബൈലിൽ നോക്കി ഇങ്ങനെ വളഞ്ഞിരിക്കണ്ട. കേട്ടിട്ടില്ലേ? വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ